പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചനശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരെയും കർത്താവിൽ ഓർക്കുകയാണ് കേട്ടോ. പ്രിയമുള്ള സഹോദര കുഞ്ഞുങ്ങളെയൊക്കെ പ്രത്യേകം ഓർക്കുന്നു കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കർത്താവിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ഞായറാഴ്ച തന്നെ അഭിഷേകാഗ്നി സംപ്രേഷണം ചെയ്യാൻ വേണ്ടി കർത്താവിൻ്റെ ആത്മാവ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ശലോം ടീമിനെയും വട്ടാലിച്ചനെയൊക്കെ പ്രചോദിപ്പിച്ചത് എത്ര അനുഗ്രഹമായി അല്ലേ. ബാക്കി ഏത് ദിവസങ്ങളിലൊക്കെ വരാം, പക്ഷേ ഇത് കർത്താവിൻ്റെ ദിവസമാണ്, ഞായറാഴ്ച ദിവസം അല്ലേ 8:30 കർത്താവിൻ്റെ വലിയൊരു കരുണയാണ്. പിന്നെ പുനഃസംപ്രേഷണമോ അത് പ്രധാനപ്പെട്ട വെള്ളിയാഴ്ച, അത് കർത്താവിൻ്റെ പ്രത്യേകമായ ഒരു ദിവസമാണല്ലോ. അതുകൊണ്ട് ഇതെല്ലാം കർത്താവ് ഒരുക്കിയതാണ്. ഇതെല്ലാം സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന നിങ്ങളോട് സ്നേഹപൂർവ്വം ഞാൻ വട്ടാരിച്ചൻ്റെ എംച്ചിമാരെല്ലാം കൂട്ടായ്മയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, അനേകം പുതിയ ആൾക്കാർ ഇതിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ ഓരോ പ്രാവശ്യം സാക്ഷ്യം കാണുമ്പോൾ ഇത്രയും കുടുംബങ്ങളാണ് അനുഗ്രഹം പ്രാപിച്ചു പോകുന്നത്. ചിലപ്പോൾ യങ് കപ്പിൾസിന് ഒരു വലിയ തലമുറയുണ്ട്, പ്രായമുള്ള യങ് കപ്പിൾസിന് ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ചില ധാരണയുണ്ടാവില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞറിയിക്കണം. പണ്ട് ഞാനൊക്കെ ഓർക്കുന്നുണ്ട് അഭിഷേകാഗ്നിയുടെ ചില എപ്പിസോഡ് എടുക്കുമ്പോൾ വട്ടാഴ്ചൻ പറയുന്നൊരു കാര്യം, നിങ്ങളിപ്പോൾ തന്നെ ഫോൺ എടുത്ത് നിങ്ങൾക്കറിയാവുന്ന 1-2 പേരെ വിളിക്കണം. ഈ ആമുഖ ശുശ്രൂഷ എന്നറിയി തുടങ്ങുന്ന സമയത്ത് തന്നെ, എന്നിട്ട് അഭിഷേകാഗ്നി കാണണം എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കണം. നമ്മളങ്ങനെ വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ആത്മാവ് പ്രവർത്തിക്കും. ഇന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വരുന്ന ആളുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ചെയ്യാൻ പറ്റിയെങ്കിലും ചെയ്തോ. ഒരു മെസ്സേജും കിട്ടാൽ അല്ലേ, ഒരാൾക്കൊരു പ്രചോദനം കിട്ടിയാലോ സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ഒരു വചനം നിങ്ങളോട് തുടക്കത്തിൽ പറയാം. അത് നിയമാവർത്തന പുസ്തകത്തിൽ 33-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ തിരുവചനമാണ്. കർത്താവിനെ കുറിച്ച് പറയുകയാണ്, അവിടുന്ന് തൻ്റെ ജനത്തെ സ്നേഹിച്ചു. ശരിക്കും വലിയ സ്നേഹമാണ്. തൻ്റെ ജനത്തെ സ്നേഹിച്ചു. എന്നിട്ട് പറയുകയാണ്, തൻ്റെ വിശുദ്ധരെല്ലാവരും അവിടുത്തെ കരങ്ങളിലായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസിൻ്റെ ഭാഷയിൽ, വിശുദ്ധ പൗലോസിൻ്റെ ഭാഷയിൽ വിശുദ്ധൻ എന്ന് പറയുന്നത് ഈശോയെ അറിഞ്ഞ വ്യക്തിയാണ്. അവരെല്ലാം അവിടുത്തെ കരങ്ങളിലായിരുന്നു. ദൈവത്തിൻ്റെ കരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആത്മീയ അർത്ഥത്തിൽ വിശുദ്ധരെല്ലാം അവിടുത്തെ കരങ്ങളിലായിരുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലായിരുന്നു, റൂഹായിലായിരുന്നു. എന്നിട്ട് പറയുക, അവിടുത്തെ പാദാന്തികത്തിലിരുന്ന് അവിടുത്തെ വചനം ശ്രവിച്ചു. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എപ്പോഴും നമ്മൾ വചന ശുശ്രൂഷയ്ക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്തിനാ അല്ലേ? ആ പരിശുദ്ധാത്മ നിറവിലിരുന്ന് വചനം കേൾക്കണം. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, ഇങ്ങനെ പ്രാർത്ഥിക്കാം, ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളും സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അവിടുത്തെ കരത്തിൽ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ പരിപാലിക്കണമേ. മറിയം ഇരുന്നത് പോലെ അവിടുത്തെ പാദാന്തികത്തിലിരുന്ന് വചനം ശ്രവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. യേശുവിന്റെ സ്നേഹത്തിൽ വേരുപാകിടാം, സ്നേഹാഗ്നി ജ്വാലയാ നിറച്ചിടേണമേ. കൈയടിക്കാവോ? യേശുവിന്റെ സ്നേഹത്തിൽ വേരുപാകിടാം, സ്നേഹാഗ്നി ജ്വാലയാ നിറച്ചിടേണമേ. യേശുവിന്റെ
വചനമെങ്ങും ഘോഷിച്ചിടാം. ആത്മാവിൻ ശക്തിയാൽ നിറച്ചിടണമേ. യേശുവിന്റെ വചനമെങ്ങും ഘോഷിച്ചിടാം. ആത്മാവിൻ ശക്തിയാൽ കൈ ഉയർത്തി പരിശുദ്ധാത്മാവെ പറന്നിറങ്ങണേ. അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. പരിശുദ്ധാത്മാവെ പറന്നിറങ്ങണേ. അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. റൂഹായേ 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 ആവർത്തിച്ച പാഠം. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, വചനം ഗ്രഹിക്കാൻ പറ്റാത്ത വിധം ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ലൗകിക വ്യഗ്രതകള്, പല വിചാരം, ശ്രദ്ധക്കുറവ്, ഏകാഗ്രത ഇല്ലായ്മ, പലതരത്തിലുള്ള തെറ്റായ ചിന്തകൾ, ഭാവനകൾ എല്ലാം കഴുകി വിശുദ്ധീകരിക്കട്ടെ. എല്ലാം ഉള്ളുകളും ഒളിച്ചെറുകളും കത്തി ചാമ്പലാകട്ടെ. ഓ വലിയ പരിശുദ്ധാത്മ തീ കത്തട്ടെ. വലിയ പരിശുദ്ധാത്മ തീ കത്തട്ടെ. ഓ കർത്താവേ, പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത ഓരോ വ്യക്തികൾക്ക്, ധ്യാനിക്കാൻ സാധിക്കാത്ത ഓരോ വ്യക്തികൾക്കും വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ടോക്കിന്റെ സമയത്ത്, ഈ ശുശ്രൂഷ സമയത്ത് വലിയൊരു പരിശുദ്ധാത്മാക്തി വ്യാപരിക്കട്ടെ. എന്റെ ഉള്ളിൽ പടർന്നിടണമേ. വൈക്കോലിൽ കത്തിടുന്ന അഗ്നി പോലെ നീ എന്റെ ഉള്ളിൽ പടർന്നിടണമേ. ഉൾപ്പടപ്പ് ചാമ്പലായി നീടുവാൻ ആത്മാവിൻ അഗ്നിയായി ജ്വലിച്ചിടണമേ. ഉൾപ്പടപ്പ് ചാമ്പലായി നീടുവാൻ ആത്മാവിൻ അഗ്നിയായി ജ്വലിച്ചിടണമേ. പരിശുദ്ധാത്മാവെ പറന്നിറങ്ങണേ. അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. പരിശുദ്ധാത്മാവെ പറന്നിറങ്ങണേ. അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. റൂഹായേ 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 ഒറ്റക്കെട്ടായി റൂഹായേ 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 ജീവിത പങ്കാളിയെ സമർപ്പിച്ച് മക്കളെ സമർപ്പിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടി കൂടെയുള്ള എല്ലാവർക്കും വേണ്ടി വൈദികർക്ക് വേണ്ടി സമർപ്പിതരെ സമർപ്പിച്ച് തകർന്നു കിടക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ഹല 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 പരിശുദ്ധാത്മാ ശക്തിയാൽ, പരിശുദ്ധാത്മാ അഭിഷേകത്തിന്റെ ശക്തിയാൽ, കർത്താവേ അവരുടെ നാമത്തിന്റെ ശക്തിയാൽ, അവരുടെ കുരിശിന്റെ അടയാളത്തിന്റെ ശക്തിയാൽ, അവരുടെ പരിശുദ്ധ രക്തത്തിന്റെ ശക്തിയാൽ, അവരുടെ തിരുവചനത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധ അഭിഷേകത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധ കന്യാമറിയത്തിന്റെ അമരത്തിന്റെ യോഗ്യതയാൽ, തിരുസഭയുടെ വലിയ കൃപയുടെ യോഗ്യതയാൽ, ഈ മുനിസിപ്പാലിറ്റിയുടെ വിധാനത്തിന്റെ യോഗ്യതയാൽ, ദൈവമേ കുടുംബങ്ങളെ ശല്യം ചെയ്ത പൈശാചിക ശക്തികളെ, ദുരാത്മ സേനകളെ, നാരക സേനകളെ, ദുഷ്പ്രവർത്തകളെ ഈശോനാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, വിട്ടൊഴിഞ്ഞു പോട്ടെ. ഹല 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 ക്രമ നിറയട്ടെ, വചനം നിറയട്ടെ, പ്രാർത്ഥന നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, വിശ്വാസം നിറയട്ടെ, പ്രത്യാശ നിറയട്ടെ, സന്തോഷം നിറയട്ടെ, സമാധാനം നിറയട്ടെ, ക്രമ നിറയട്ടെ. ഹല 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 ആരാധന 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 ഹല 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 ആരാധന 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 പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സമാധാനമില്ലാത്തടത്ത് സമാധാനം കൊടുക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണം. പരിശുദ്ധ അമ്മേ, ഓരോരുത്തരെ അറിയുന്ന അമ്മേ, ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പ്രാർത്ഥനയിലേക്കും ധ്യാനത്തിലേക്കും വളരാൻ വേണ്ടത് എന്നതിനെ കുറിച്ചാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ കാലഘട്ടങ്ങളിൽ ധ്യാന ശുശ്രൂഷകൾ വ്യാപരിക്കുമ്പോൾ ഒട്ടുമിക്കവരും പറയുന്ന വലിയൊരു സങ്കടമാണ്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്താൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. സമർപ്പിത ജീവിതം നയിക്കുന്നവരാണെങ്കിൽ പലപ്പോഴും പറയുന്നത് ധ്യാനിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ധ്യാനിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് തവണ തീരുമാനം എടുത്തതാണ്. കഴിഞ്ഞ വാർഷിക ധ്യാനം കഴിഞ്ഞപ്പോൾ തീരുമാനം എടുത്തു, ഇടവ ധ്യാനം കഴിഞ്ഞപ്പോൾ തീരുമാനം എടുത്തു, നല്ലൊരു സ്പിരിച്വൽ ഷെയറിംഗ് ഒക്കെ കിട്ടി, ഒരു 2 ആഴ്ച പോവും, പിന്നെ നടക്കുന്നില്ല. എന്താണെന്നറിയത്തില്ല. വചനം വായിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, മനസ്സിനൊരു സന്തോഷം കിട്ടുന്നില്ല. ഇതെല്ലാം മനുഷ്യർ പറയുന്ന സങ്കടമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ വിശുദ്ധാത്മാക്കൾ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും നല്ലൊരു ഉയർന്ന സ്ഥാനത്ത് വരുന്നതാണ് വിശുദ്ധ അമ്മ ത്രേസ്യയുടെ വാക്കുകൾ. നമുക്കറിയാം, അമ്മ ത്രേസ്യയുടെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും. അമ്മ ത്രേസ്യ അവിടെയുള്ള കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സിന് വേണ്ടി എഴുതിയ മനോഹരമായ പുസ്തകമാണ് സുഹൃത സരണി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനകത്ത് അമ്മ ത്രേസ്യ പറയുകയാണ്, ഒരാൾ പ്രാർത്ഥനയിലേക്കും ധ്യാനത്തിലേക്കും വളരാനെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഒരാൾ പ്രാർത്ഥനയിലേക്ക് വരണമെങ്കിൽ, അല്പമെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഒന്ന് കയറണമെങ്കിൽ, അല്പമെങ്കിലും ഒന്ന് ധ്യാനിക്കാൻ സാധിക്കണമെങ്കിൽ 3 സംഗതികൾ മസ്റ്റായിട്ട് വേണമെന്ന് പറയാം. 1 എളിമ, സ്ക്രീനിൽ അതൊക്കെ വരുന്നുണ്ട്. 2 സഹോദര സ്നേഹം. 3 ഡിറ്റാച്ച്മെൻറ്റ്. ഈ 3 കാര്യങ്ങളുടെ ഒരു നിറവ്, ഒരു പരിശീലനം, ഒരു പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴേ നമ്മൾ പ്രാർത്ഥനയിൽ ചെന്ന് വരാൻ പറ്റുള്ളൂ. എന്നിട്ട് വേണ്ടേ വളരാൻ. ഇത് വരുന്നില്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു അപകടമെന്ന് പറയും. ഇത് എൻ്റെയും കൂടി അനുഭവമാണ് കേട്ടോ. എൻ്റെ ആദ്യകാല ജീവിതങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമ്മളറിയാതെ പ്രാർത്ഥനയിലേക്ക് വരും, നമ്മളറിയാതെ ട്രാക്കിലേക്ക് വരും. മണിക്കൂറുകൾ ഇരുന്ന് ധ്യാനിക്കാൻ പറ്റും, മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് അതിനെക്കുറിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ ഒരു പിന്നെ ഡിസംബറിൽ അതേപോലെ ജനുവരിയിലൊക്കെ കണ്ടൊരു എപ്പിസോഡ് ഉണ്ടല്ലോ, വ്യക്തിപരമായ പ്രാർത്ഥന. ആ വ്യക്തിപരമായ പ്രാർത്ഥന 3 എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഒന്ന് കാണുന്നത് നല്ലതാണ്. ആ വ്യക്തിപരമായ പ്രാർത്ഥനയിലേക്കൊക്കെ വരണമെങ്കിൽ തന്നെ നമുക്ക് ചില സംഗതികൾ ആവശ്യമാണ്. ഒന്നാമത്തെ സംഗതി എളിമയാന്നുള്ള. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എളിമപ്പെടാൻ കിട്ടുന്ന 100 കണക്കിന് അവസരങ്ങൾ ചാടി വീണ് എളിമപ്പെട്ട് അതങ്ങ് എടുത്തിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുക. അത്ഭുതകരമായി നമ്മൾ പ്രാർത്ഥനയ്ക്ക് വളരും. പണ്ട് തുടക്കത്തിൻ്റെ എപ്പിസോഡ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചിലപ്പോൾ ഒരു ഓർക്കുന്നുണ്ടാകും. പിശാച് പുറത്ത് പോകാനും പ്രാർത്ഥന പെട്ടെന്ന് കേൾക്കാനും എളുപ്പമാർഗം എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് എടുത്തിട്ടുണ്ട്. അത് എളിമയെക്കുറിച്ചാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധാത്മാക്കൾ പറയുന്ന കാര്യമെന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ വിശുദ്ധിയുടെ ഒരു അസ്ഥിവാരമെന്ന് പറയുന്നത് തന്നെ എളിമയാണെന്നുള്ളതാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് പ്രാർത്ഥനാ ജീവിതമായിട്ട് വളരെ കറക്റ്റാണ്, വളരെ കണക്റ്റഡുമാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 35-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 20-21 തിരുവചനങ്ങൾ, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 35 വേഴ്സ് 20 and 21. കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. അവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. എന്നാൽ വിനീതന്റെ പ്രാർത്ഥന അവൻ കൊണ്ട് നിൽക്കുന്നില്ല, മേഘങ്ങൾ തുളച്ചു കയറുന്നു. അത് കർത്തൃസന്നിധിയിൽ എത്തുന്നത് വരെ അവൻ സ്വസ്ഥനാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവിന് പ്രീതികരമായിട്ട് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കുടുംബജീവിതം നയിക്കുന്ന, സമർപ്പണ ജീവിതം നയിക്കുന്ന, സുവിശേഷ വേല ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന സ്വീകാര്യമാണ്. മേഘങ്ങളോളം എത്തും. എന്നാൽ അതിൻ്റെ അർത്ഥം പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ള അല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ എളിമയെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് വചനം പഠിപ്പിക്കുക. എന്നാൽ എളിമയുള്ളവൻ്റെ പ്രാർത്ഥന, വിനീതൻ്റെ പ്രാർത്ഥന
മേഘങ്ങൾ തുളച്ചു കയറുന്നു. അത് കർത്തൃ സന്നിധിയിൽ എത്താതെ അത് അവസാനിക്കാനെന്ന് പറയാം. ആൻസർ എന്ന് പറഞ്ഞാൽ ഉത്തരമില്ലാത്തൊരു സംഗതിയായിട്ട് തീരുകയാണെന്ന് പറയാം. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ ജീവിതത്തിൽ, അതായത് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വളരണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എളിമ പരിശീലിക്കണം. ജീവിതത്തിൽ സഭാപിതാവായ വിശുദ്ധ ഗ്രിഗറി പറയുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട്. വിനയമില്ലാതെ മറ്റ് പുണ്യങ്ങൾ ആർജിക്കാൻ പ്രയത്നിക്കുന്ന ഒരാൾ കാറ്റിന് മുൻപേ പൊടി വിതറുകയാണെന്ന്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദാഹരണം പറഞ്ഞാൽ ഉടനെ തന്നെ കാറ്റടിക്കും എന്ന് നമുക്ക് അറിയാമെങ്കിൽ അതിന് തൊട്ട് മുമ്പോട്ടായിട്ട് നമ്മൾ എന്തെങ്കിലും ഉണങ്ങാൻ എന്തെങ്കിലും പൊടിയെല്ലാം കിട്ടും, എന്ത് കാര്യം അല്ലേ? ഒരു ചെറിയ പൊടി വതിൽ എന്താ സംഭവിക്കുക? ഒരു കാറ്റടിച്ച് ആ അടുത്ത കാറ്റ് വരുന്ന സമയത്ത് അത് മുഴുവൻ പറപ്പിച്ച് കളയും എന്ന് പറയുന്ന പോലെ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്താൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റേത് പുണ്യങ്ങൾ ആർജിക്കുന്നതിന് മുൻപ് ആദ്യം തന്നെ നമ്മൾ എളിമ പരിശീലിക്കാൻ വേണ്ടി തുടങ്ങണം. വിശുദ്ധാത്മാക്കൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മൾ എളിമ പരിശീലിക്കാൻ വേണ്ടി തുടങ്ങിയാൽ നമുക്ക് കീഴ്പ്പെടാൻ ദൈവം തന്നെ അനുവദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ സ്നാപക യോഹന്നാന്റെ മുമ്പിൽ നിൽക്കുന്ന ഈശോയെ കുറിച്ചൊന്ന് ധ്യാനിച്ചേ. അടുത്ത കാര്യം വിശുദ്ധാത്മാക്കൾ പറയുന്നതെന്നറിയാവോ? നാം ആവശ്യപ്പെടാതിരുന്ന അനുഗ്രഹങ്ങൾ പോലും വർഷിക്കപ്പെടും. എളിമ എന്ന് പറഞ്ഞ പുണ്യം നമ്മൾ പരിശീലിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ ആഗ്രഹിച്ചു പോലും ഇല്ല, പക്ഷേ ആ കാര്യങ്ങളെല്ലാം ദൈവങ്ങൾ സംഭരണം മുൻകൂട്ടി തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 18-19 തിരുവചനങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നത്: നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ നീ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമായിട്ട് തീരും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് നമ്മൾ ഏതൊക്കെ മേഖലകളിലാണോ, സമൂഹത്തിലാണോ, രാഷ്ട്രീയത്തിലാണോ, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി മേഖലകളിലാണല്ലോ, പ്രൊമോഷനോ പല സ്ഥലങ്ങളിലൊക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി റിലീജിയസ് ലൈഫിൽ സഭയിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ സഹോദരൻ, നീ ക്ലാസ്സിലെ ലീഡറായിരിക്കാം, പഞ്ചായത്ത് മെമ്പറായിരിക്കാം, പല സംഗതി ആയിരിക്കാം, നീ എത്രമാത്രം ഉന്നതനാണ് അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമായി തീരുമെന്ന് വചനം വെളിപ്പെടുത്തുക. ഈശോയുടെ ജീവിതം അതാണല്ലോ, അവ തന്നെ താഴ്ത്തി, അതുകൊണ്ട് ദൈവം അതുപോലെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുക. സന്തോഷത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ ജീവിതം നന്നായിട്ട് എളിമ പരിശീലിക്കണം. നമുക്കാണെങ്കിൽ എളിമപ്പെടുന്ന അവസരങ്ങൾ ഇഷ്ടം പോലെ കിട്ടും, പക്ഷെ അത് എടുക്കാൻ പറ്റുന്നില്ല. വിശുദ്ധ അൽഫോൻസ് ലിഗോരി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എളിമ പരിശീലിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്: അഹങ്കാരത്തോട് ഒരു അറപ്പും ഒരു ഭയവും നമുക്ക് തോന്നണം. അതായത് ചിലപ്പോൾ കണ്ടിട്ട് നിങ്ങൾ സാക്ഷ്യങ്ങൾ തന്നെ കേട്ടിട്ടുണ്ട്. അതായത് മദ്യത്തോട് പണ്ടുണ്ടായിരുന്ന ഒരു സംഗതികളെ മാറിയിട്ട് പിന്നെ മദ്യത്തോടൊരു അറപ്പ് തോന്നുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് പോലെ തന്നെ അഹങ്കാരത്തോടൊരു അറപ്പ് മാത്രമല്ല, ഒരു ഭയം. എന്താ ഭയം എന്ന് പറയാൻ കാരണം ഭയപ്പെടണം. അഹങ്കാരം ഉണ്ടെങ്കിൽ ഭയപ്പെടണം, എളിമയില്ലെങ്കിൽ സൂക്ഷിക്കണം. കാരണം ദൈവം പഠിപ്പിക്കുകയാണ്, വചനം പഠിപ്പിക്കുകയാണ്, അഹങ്കാരിയോട് ദൈവത്തിന് വെറുപ്പാണ്, അല്ലേ? ഉന്നതരെ താഴെ ഇറക്കാണ്. എത്രയോ വചനങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അഹങ്കാരിക്ക് കൃപ ലഭിക്കുകയല്ല, എത്ര വചനം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ഭയം വരണ്ടേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞ അൽഫോൻസ് ലിഗോരി പറയുകയാണ്: നാം ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒരിക്കലും നമ്മൾ മഹത്വം കാണാതിരിക്കണം. നമ്മുടെ ഉള്ളിൽ അറിയാതെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രശംസിക്കുകയും ചെയ്തില്ലെങ്കിലും നമ്മൾ തന്നെ ഒരു 5-6 പ്രോത്സാഹനം കൊടുക്കും. നമ്മൾ തന്നെ ആ കാര്യത്തെക്കുറിച്ച് നമുക്കൊരു സന്തോഷം, ഒരു അയവിറക്കൽ, അല്ലേ? അതിൻ്റെ കൂടെ മറ്റുള്ളവർ പ്രോത്സാഹനം കിട്ടിയാൽ പിന്നെ തീർന്നു. എന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കേണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രോത്സാഹനമൊക്കെ തീർച്ചയായിട്ടും നല്ലത്, ബൈബിളിൽ കർത്താവ് ഒരുപാട് പേരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ അതിനകത്തൊന്നും മഹത്വം എടുക്കരുത്. നമ്മളൊന്നും മഹത്വം എടുക്കരുത്, ഒന്നിലും മഹത്വം എടുക്കരുത്. മൂന്നാമത്തെ കാര്യം അൽഫോൻസ് ലിഗോരി പറയുകയാണ്: അപമാനങ്ങൾ ധാരാളം സ്വീകരിക്കണം. നമുക്കാണെങ്കിൽ പേര് പോകുക, അപമാനം വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. എന്നാൽ ബൈബിൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്, വിശുദ്ധാത്മാക്കൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. നിനക്ക് എളിമ എന്ന് പറഞ്ഞ പുണ്യം നിനക്ക് പരിശീലിക്കണമെന്നുണ്ടെങ്കിൽ നീ അതിനെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ, നിന്റെ അഹങ്കാരം വേണ്ടാന്ന് വെച്ച് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ചെയ്യുന്ന കാര്യം എന്നറിയാവോ? നിനക്ക് അപമാനിക്കപ്പെടാനുള്ള പല അവസരം കർത്താവ് തരും. അതിനെയൊക്കെ നല്ല സന്തോഷത്തോടെ എടുക്കാൻ പഠിക്കണം. ബൈബിളിൽ എത്രയോ വചനങ്ങളാണ് അങ്ങനെ കിടക്കുന്നത്,
അല്ലേ? നമുക്ക് ചിലപ്പോൾ സമൂഹ മധ്യത്തിൽ വെച്ച് പല തരത്തിൽ നമ്മൾ ഒരുപാട് തരത്തിലുള്ള അപമാനിക്കുമ്പോൾ ചിലപ്പോൾ അടിച്ചമർത്തപ്പെട്ട് കളയും, ചിലപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മളെ അങ്ങോട്ട് ഒരു പ്രത്യേക രീതിയിലാക്കി കളയും. എത്രയോ തവണകളിൽ മനസ്സ വാച ചിന്തിക്കാത്ത കാര്യത്തെക്കുറിച്ച് അപമാനം സഹിക്കേണ്ടി വരുന്ന അവസ്ഥ അല്ലേ? അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 5-ാമത്തെ അധ്യായത്തിൻ്റെ 41-ാം തിരുവചനം, ആക്ട്സ് ചാപ്റ്റർ 5 വേഴ്സ് 41. അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. എന്ന് പറഞ്ഞാൽ ബൈബിളിൽ അപ്പോസ്തലന്മാർക്ക് ഈശോ എന്നുള്ള നാമത്തെ പ്രതി അപമാനമാണ്, സമൂഹമത്തെ അപമാനമാണ്. അവരതിനെക്കുറിച്ച് പറയുന്നതെന്നറിയാവോ? ഒരു യോഗ്യത കിട്ടി അല്ലേ? അപ്പോൾ ഫുട്ബോൾ കളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് റൗണ്ടിൽ അല്ലെങ്കിൽ യോഗ്യത കിട്ടി, ഫൈനൽ റൗണ്ടിൽ പ്രവേശിച്ചു എന്ന് പറയുന്നത് പോലെയാണ്. അപമാനിക്കപ്പെടാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഭയങ്കരം ഒരു ഡിഗ്രി അവാർഡ് കിട്ടിയ പോലെയല്ലേ പുറത്തേക്ക് പോകുന്നത്. ഹെബ്രായ ലേഖനം 12:2 നമ്മൾ കൂട്ടി വായിക്കണം. ഹെബ്രായർ 12, ഹീബ്രോസ് ചാപ്റ്റർ 12 വേഴ്സ് 2 എന്താ പഠിപ്പിക്കുന്നത്? നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. നമ്മൾ അങ്ങനെ വേണം പോകാൻ. എന്നിട്ടോ ബാക്കി വായിച്ചേ, അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. പറഞ്ഞു ഹല്ലേലൂയ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ചു, പിന്നെ അപമാനം വകവെച്ചില്ല. പറയാ ഹല്ലേലൂയ. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് സഹോദര സ്നേഹമാണ്. ഇപ്പം നമ്മൾ അവസാനത്തെ വചനത്തിൽ വായിച്ചില്ലേ? അതായത് ശരിക്കും പറഞ്ഞാൽ ക്ഷമയോടെ സഹിക്കുക. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, സഹോദര സ്നേഹത്തിന് വിരുദ്ധമായ സംഗതികൾ മാറ്റണം. അവിടെയാണ് ദൈവസ്നേഹം വന്നാലും സഹോദര സ്നേഹം വരുള്ളൂ. ക്ഷമിക്കാൻ കിട്ടുന്ന സാഹചര്യങ്ങൾ, രമ്യതപ്പെടാൻ കിട്ടുന്ന സാഹചര്യങ്ങൾ, സഹോദര സ്നേഹം വർദ്ധിപ്പിക്കാൻ കിട്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തണം. യോഹന്നാൻ 1-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 20-ാം തിരുവചനം, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുക സാധ്യമല്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരാൾ പറയുകയാണ്, എനിക്ക് ദൈവത്തെ ഒരുപാട് സ്നേഹിക്കാൻ പറ്റുമെന്നാണെന്ന് പറയുമ്പോൾ ബൈബിൾ നൽകുന്ന ഒരു അളവുകോൽ എന്ന് പറയുന്നത് ആ വ്യക്തിയിൽ എത്രമാത്രം സഹോദര സ്നേഹം വർദ്ധിച്ചു എന്ന് നോക്കുക എന്നുള്ളതാണ്. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല, അത് നിങ്ങൾക്ക് ഏകദേശം അറിയാവുന്നതാണ്. മൂന്നാമത്തെ കാര്യത്തെക്കുറിച്ച് കുറച്ച് വിശദീകരിച്ച് പറയാമെന്ന് കരുതുകയാണ്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ സംഗതി അമ്മദ്രസ പറയുകയാണ് ഡിറ്റാച്ച്മെന്റ് ആണ്. ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിച്ച് വരണം. ഒരു പരിത്യാഗ ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതം വന്നുകൊണ്ടിരിക്കണം. സത്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തോട് അറ്റാച്ച്ഡ് ആകണമെങ്കിൽ വേറെ ഒരുപാട് സംഗതിയോട് ഡിറ്റാച്ച്ഡ് ആകാതെ നമുക്ക് ദൈവത്തോട് അറ്റാച്ച്ഡ് ആകാൻ പറ്റില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ മറ്റു പലതിനോട് നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാകുമ്പോഴാണ് ദൈവത്തിന് ഡിറ്റാച്ച്ഡ് ആയിട്ട് തീരുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഈ ഉപേക്ഷ പരിശീലിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിനൊരു 1ാം സ്ഥാനം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ബാക്കിയെല്ലാം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. ഒരടക്കം പരിശീലിച്ചുകൊണ്ടിരിക്കണം. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഇത് വളരെ കറക്റ്റാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കൊരു ആത്മീയ ജീവിതത്തിൽ നമ്മൾ വരണമെങ്കിൽ, പണ്ട് ഞങ്ങളെ ധ്യാനിപ്പിച്ച ഒരു അച്ഛൻ പറഞ്ഞ ഓർക്കാണ്, നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്ന് നമ്മുടെ ശരീരം അറിയണം, നമ്മുടെ മനസ്സറിയണം, നമ്മുടെ ആത്മാവ് അറിയണം നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്നുള്ളത്. അതാണ് പറഞ്ഞത് നമുക്കൊരു അടക്കം പരിശീലിക്കണം. എന്താ ഈ അടക്കം പരിശീലിക്കുക അല്ലെങ്കിൽ ഉപേക്ഷ പരിശീലിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഏത് നന്മ നമ്മൾ പരിശീലിക്കുമ്പോഴും, ഏത് പുണ്യം നമ്മൾ പരിശീലിക്കുമ്പോഴും അതിനകത്തൊരു സാക്രിഫൈസ് ഉണ്ട്, അതിനകത്തൊരു ഉപേക്ഷയുണ്ട്, അതിനകത്തൊരു അടക്കമുണ്ട്, അതിനകത്തൊരു ഒതുക്കമുണ്ട്. അല്ലാതെ പുണ്യം നമുക്ക് പരിശീലിക്കാൻ വേണ്ടി പറ്റുകയില്ല. എന്തെങ്കിലും ഉപേക്ഷിക്കാതെ നമുക്ക് ദൈവത്തെ നേടാൻ പറ്റുകയില്ല. അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്നത്, ഞാൻ കർത്താവിനെ നേടേണ്ടതിന് സ്വന്തമാക്കുന്നതിന് ബാക്കിയെല്ലാം ഞാനൊരു ഉച്ഛിഷ്ടം പോലെ കരുതുകയാണെന്ന് പറയുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൽ നമ്മളെ അകറ്റുന്ന എല്ലാത്തിനോടും ഡിറ്റാച്ച്മെന്റ് ആയിട്ട് തീരണം. ഉദാഹരണം ഞാൻ മറ്റൊരു കുറച്ചുകൂടി എളുപ്പമുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഭക്ഷണത്തോട് കൊതിയാന്ന് വിചാരിക്കുക. ഭക്ഷണത്തോട് കൊതിയാണെങ്കിൽ ആ മേഖലയിൽ നമ്മൾ കുറച്ച് അടക്കം പാലിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ചോറിന് 2 കൂട്ടം കറികളെന്ന് വിചാരിക്കുക, ഇഷ്ടപ്പെട്ട ഒരു സംഗതി വേണ്ടെന്ന് വെച്ചോ, അപ്പോൾ ഒരു ഉപേക്ഷയായി.
അല്ലേ? ഒരു കണ്ണടക്കം പരിശീലിച്ചു, ഒരു ഉപേക്ഷയായില്ലേ? പാപത്തോടുള്ള ആസക്തി വേണ്ടാന്ന് വെച്ചില്ലേ? അല്ലാന്നുണ്ടെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ സന്യാസ ജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യം വ്രതമായിട്ട് എടുത്തിട്ടുള്ളവരുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഒരുപാട് ആർഭാടങ്ങൾ അതെല്ലാം ഇങ്ങനെ ഒരു കുടുംബജീവൻ നയിക്കുന്നവർ ആരാണെങ്കിലും പതുക്കെ പതുക്കെ ഓരോന്ന് ഉപേക്ഷിച്ച് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഒരു 10-12 ജോഡി ഷർട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ സംഗതി കൊണ്ട് കുറച്ചുകൂടെ ഉപേക്ഷിച്ച് തുടങ്ങുക. അങ്ങനെ എല്ലാത്തിനോടും നമ്മളെ ദൈവത്തിൽ നടത്തുന്ന എല്ലാത്തിനോടുമുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് പതുക്കെ പരിശീലിച്ച് വന്നാൽ തുടങ്ങുമ്പോൾ ആത്മീയ ജീവിതത്തിൽ അതുപോലെ നമ്മൾ ഉയർന്നു വരും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ആത്മീയ പിതാക്കന്മാര് ചിലതിന് മോർട്ടിഫിക്കേഷൻ എന്ന പേര് കൊടുക്കാറുണ്ട്, ചില ഡിറ്റാച്ച്മെന്റ് പേരെന്ന് കൊടുക്കാറുണ്ട്, ചില അടക്കം എന്ന പേര് കൊടുക്കാറുണ്ട്, പല രീതിയിലുണ്ട്. ഇത് എൻ്റെ കൂടെ അനുഭവമാണ്. വിത്തൗട്ട് മോർട്ടിഫിക്കേഷൻ വി വോണ്ട് സസ്റ്റെയിൻ ഇൻ പ്രയർ ലൈഫ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉപേക്ഷയില്ലെങ്കിൽ, നമുക്കൊരു അടക്കമില്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു നിലനിൽപ്പുണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ വളരണമെങ്കിൽ ഒന്ന് എളിമപ്പെടാൻ കിട്ടുന്ന അവസരങ്ങൾ ധാരാളം ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പ്രാർത്ഥന കയറി വരും. 2 സഹോദര സ്നേഹം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തികൾ കുടുംബത്തിൽ എല്ലാ മേഖലകളിലും അത് കൂടുതൽ വന്നുകൊണ്ടിരിക്കണം. 3-ാമത്തേത് പതുക്കെ ഓരോ കാര്യങ്ങളും ഉപേക്ഷിച്ച് തുടങ്ങുക. കർത്താവിൽ അത്ഭുതകരമായി നമ്മൾ ഉണരും. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ അവസ്ഥകളെല്ലാം സമർപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ കുളക്കരയിൽ കിടന്ന തർവാത രോഗി അവൻ്റെ അവസ്ഥ പറഞ്ഞു, എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. ഈശോ ഇടപെട്ടു. കർത്താവേ, ഞങ്ങളുടെ അവസ്ഥകൾ അങ്ങോട്ട് തുറന്ന് പറയുകയാണ്. കർത്താവേ, ഒരുപാട് രോഗങ്ങളുണ്ട്, ഒരുപാട് ഞെരുക്കങ്ങളുണ്ട്, എങ്ങനെ മുൻപോട്ട് പോകണമെന്നൊരു വഴി അറിയില്ല. ദൈവമേ, കടബാധ്യതകൾ, കർത്താവ്, ഒരുപാട് മേഖല തടസ്സങ്ങൾ, ജീവിതത്തിൽ സമാധാനമില്ല, കുടുംബത്തിലൊരു സന്തോഷമില്ല. ഓരോ ദിവസം എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകുകയാണ്. ചിലപ്പോഴെങ്കിലൊക്കെ നാളെ നേരം വെളുത്തില്ലെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചു പോയ നാളുകളുണ്ട്. നിങ്ങളുടെ അവസ്ഥകളെല്ലാം സമർപ്പിക്കുക. കർത്താവ്, അതിനേക്കാൾ എല്ലാം ഉപരി ദൈവമേ, എനിക്ക് പ്രാർത്ഥനയിൽ വളരണം, എനിക്ക് നന്നായി ധ്യാനിക്കണം. കർത്താവ്, ചിലപ്പോൾ ചില മനുഷ്യരിരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ട് കൊതിയോടെ നോക്കിയിരുന്ന് പോയിട്ടുണ്ട്. ദൈവമേ, ലോകത്തെ ഉപേക്ഷിക്കണം, എളിമപ്പെടണം. കർത്താവേ, ഞങ്ങളെ എല്ലാവരും സ്നേഹിക്കാൻ കുറച്ചുകൂടെ പറ്റണം. കർത്താവ്, ഞങ്ങളങ്ങനെ ശരണപ്പെടുകയാണ്, അങ്ങയിൽ ആശ്രയിക്കുകയാണ്. കർത്താവേ, അവിടുത്തെ കുരിശുമരണ ഉത്ഥാനം വഴിയാണുള്ള കൃപകളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വർഷിക്കുന്നത്. ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവ്. ഓരോരുത്തരും സ്തുതിക്കുകയാണ്, ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി വിളിച്ചു പ്രാർത്ഥിക്കുന്നു. Hallelujah.